ഹായ് നമസ്കാരം. ഇന്നത്തെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ പ്രത്യേകത ഇന്നത്തെ അതെ മുന്നിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളത് ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കോർണീഷിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ ചേച്ചിയും ചേട്ടൻ്റെ 2 വികൃതി കുട്ടന്മാരും ഉണ്ട്. അപ്പോൾ ഇതേ നമുക്ക് ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ഇതേ ചേച്ചിയുണ്ട്. ചേച്ചി ഹായ്, ഒന്ന് ഹായ് പറയും. അതുപോലെ ചേട്ടനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു മുന്നിക്കുട്ടി. അതുപോലെ കണ്ട 2 എണ്ണം ചേച്ചിയുടെ 2 വികൃതി കുട്ടന്മാര് ഇത് വരുന്നുണ്ട്. ഞങ്ങളിത് ബോട്ടിൽ കയറിയിട്ട് ബോട്ടിൽ പോയിരുന്ന് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. വെറുതെ ഒരു ചേഞ്ച്. അപ്പോൾ ഇത് എല്ലാവരും റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇനി ബോട്ടിലേക്ക് പോകാം അല്ലേ? അപ്പോൾ അതൊക്കെ നല്ല തണുപ്പുണ്ട്. അതെ, കോർണിഷിൽ ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ അധികം നേരം ഞങ്ങളിവിടെ കറങ്ങാനുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ബോട്ടിലേക്ക് കയറിയിട്ട് ബാക്കി ബോട്ടിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അങ്ങനെ പതുക്കെ ബോട്ടിലേക്ക് കയറാൻ പോകുന്നു കേട്ടോ. ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. പതുക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളിവിടെ കേക്കും പിടിച്ചിങ്ങനെ നിൽക്കണം കേക്ക് മുറിക്കാനായിട്ട്. ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ഇത് ബോട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പേർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞങ്ങൾ 6 പേരുള്ളൂ. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് 6 പേരായിട്ട് പോവാന്ന് പറഞ്ഞവരുടെ അടുത്ത്. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. ആള് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മുന്നിക്കുട്ടിയുടെ കേക്ക് റെഡിയായി. അപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ടില് ആ ബോട്ടിന്റെ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലും ഖത്തറിൽ കോർണിഷിന്റെ ഭാഗത്ത് വരുന്നത് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതിൽ ഖത്തറിന്റെ ഭംഗി കാണണമെങ്കിൽ ഈ രാത്രിയിൽ ഈ ബോട്ടിൽ കിട്ടുന്ന വ്യൂ ഇല്ല, അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്.
ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാ. അതെ, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. രണ്ടാള് കണ്ടില്ലേ? ഹാപ്പി ബർത്ത്ഡേ മുന്നിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനിയിപ്പോ അടുത്തത് ഞങ്ങള് എന്താ പറയാ, ഫുഡ് അടിക്കാൻ. അപ്പൊ ബോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പൊ ഞങ്ങളിത് പതുക്കെ ഇനി ബോട്ട് എത്താറായി. ഒരു അരമണിക്കൂർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇനി എന്തായാലും ഞങ്ങൾ പതുക്കെ ഫുഡ് അടിക്കാനുള്ള യാത്രയിലാണ്. അപ്പൊ അടിപൊളി, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പൊ മുന്നിക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അടിച്ചുപൊളിക്കും കഴിഞ്ഞു. പതുക്കെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണ്. അങ്ങനെ ഞങ്ങളിത് ഏഷ്യാന റെസ്റ്റോറൻറ്റിലെത്തി. ഫുഡ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ ഫുഡ് അടിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ പോണ്. ഞങ്ങൾ ഇന്ന് ബുഫേ കഴിക്കാനാണ് പോണേ. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നോക്കിയിട്ട് പറയാം. ഓക്കെ. ഞങ്ങളിത് ഇപ്പോൾ ഏഷ്യാന റെസ്റ്റോറൻറ്റിൽ വന്നു. ഇപ്പോൾ ഇവിടെ ബുഫയാണ്. ബുഫയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണ്. മൊത്തത്തിൽ എല്ലാവരും പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഫുഡ് ഞങ്ങൾ അപ്പുറത്ത് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങല്ല നമുക്ക് ഫുഡിങ്. ഓക്കെ, അതെ. അപ്പോൾ ഇതൊരു മത്സരമാക്കി എടുക്കാതെ സാവകാശിടുന്ന് കഴിക്കുക. ഏഷ്യാനെല്ലാം ഫുഡിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ അവിടുത്തെ ഫുഡിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ നോക്കിയപ്പോ കാണാനില്ല. നോക്കിയപ്പോ അവരൊരു മൂലയിൽ വന്നിരിക്കുക. കാരണം മനസ്സമാധാനമായിട്ട് ആരും കാണാണ്ടിരുന്ന് കഴിക്കാല്ലോ. അതേ കണ്ടില്ലേ, എല്ലാവരും ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കുക. ഇത് മത്സരാക്കി എടുക്കാനുള്ള ഉദ്ദേശമില്ല. അപ്പൊ ഞങ്ങളുടെ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ സൂപ്പ് കുടിക്കുമ്പോ നല്ല സുഖമുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞപ്പോ ഉച്ചയ്ക്ക് തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിന്റെ ക്ഷീണത്തിൽ തീർത്തരാം. അപ്പൊ ഇന്നിപ്പോ അത് കാലിയാക്കുന്ന പറയണം. സംശയമൊന്നുമില്ല. ബില്ല് പറ്റിയ കുറച്ച് കൂടുതൽ കൊടുത്തോ. ഞാൻ കുറച്ച് ഫുഡ് എടുത്ത് പോന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. ഇപ്പൊ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മട്ടൺ കൊഫ്ത, തന്തൂരി ചിക്കൻ,
അതുപോലെ തന്നെ ചൈനീസ് സ്റ്റൈലാണിത്. ചൈനീസ് സ്റ്റൈല് വിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാവട്ടെ. തന്തൂരി ചിക്കൻ അടിപൊളിയാണ്. സ്പൈസി അല്ല കേട്ടോ. ഈ ഇവിടുത്തെ ഫുഡുകളൊന്നും സ്പൈസി അല്ല. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും കഴിക്കാനുള്ള ഒരു പാകത്തിനാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്കായാലും സുഖമാണ് കഴിക്കാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. ഫുഡ് നല്ല അടിപൊളിയാട്ടോ. കറി അങ്ങനെ ഏഷ്യാനിലെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, അടിപൊളി. അപ്പോൾ ആരെങ്കിലും വരുന്നെങ്കിൽ ഏഷ്യാനിൽ വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങാൻ പോവുക. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ബൈ.